റൈസിംഗ് സ്റ്റാർ ഏഷ്യ കപ്പ് ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ കടന്നിരിക്കുകയാണ് ഇന്ത്യ എ ടീം. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ഒമാനെ 6 വിക്കറ്റിൽ തകർത്തുകൊണ്ടാണ് ഇന്ത്യ സെമിയിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യ മത്സരത്തിൽ UAE-ക്കെതിരെ വിജയം നേടിയ ഇന്ത്യ രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാനോട് പരാജയപ്പെടുന്നു. മൂന്നാം മത്സരത്തിൽ ഇതാ ഒമാനെതിരെ വിജയം നേടിക്കൊണ്ട് ഗ്രൂപ്പ് ബിയിൽ രണ്ടാം സ്ഥാനക്കാരായിട്ടാണ് ഇപ്പോൾ സെമിയിൽ എത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് സെമി പോരാട്ടം നടക്കുന്നത്. ഈ ഒരു മത്സരത്തിൽ ഗ്രൂപ്പ് എയിലെ ചാമ്പ്യന്മാരാണ് ഇന്ത്യയെ നേടാൻ വേണ്ടി പോകുന്നത്. ആ ഒരു ടീം ഏതാണെന്നുള്ള കാര്യത്തിൽ ഇന്നുകൊണ്ട് നമുക്ക് വ്യക്തത വരും. ഗ്രൂപ്പ് എയിലെ അവസാന പോരാട്ട മത്സരങ്ങൾ ഇന്ന് നടക്കുകയാണ്. നിലവിൽ ഗ്രൂപ്പ് എയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ബംഗ്ലാദേശും രണ്ടാം സ്ഥാനത്ത് ടേബിളിൽ നിൽക്കുന്നത് ശ്രീലങ്കയുമാണ്. ആ രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരം ഇന്ന് നടക്കുന്നുണ്ട്. അതിൽ വിജയിക്കുന്ന ടീമാകും ഇന്ത്യയെ സെമി ഫൈനലിൽ നേടാൻ വേണ്ടി പോകുന്നത്. ഒരുപക്ഷെ ബംഗ്ലാദേശ് ആകാം, അല്ലെങ്കിൽ ശ്രീലങ്കയാകാം, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ 3 ടീമുകളാണ് ഇപ്പോൾ നിലവിൽ ഗ്രൂപ്പ് ബിയിൽ ആദ്യ 2 സ്ഥാനങ്ങൾ സ്വന്തമാക്കാനുള്ള പരിശ്രമം നടത്തുന്നത്. ഇന്നത്തെ മത്സരത്തിലൂടെ ആ ഒരു കാര്യം വ്യക്തത വരും. ഒമാനെതിരെയുള്ള മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ആദ്യം ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. തുടക്കത്തിൽ തന്നെ ഒമാൻ ഇന്ത്യയെ വിറപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ ഇന്ത്യൻ ബൗളറായ സുയാഷ് ശർമ്മയുടെ അച്ചടക്കമുള്ള ബൗളിംഗ് ആണ് ഇന്ത്യയെ രക്ഷിച്ചത്. ഒമാന് മികച്ച പാർട്ടിഷിപ്പേഷനും ഉണ്ടാക്കാൻ ഇന്ത്യൻ ബൗളർമാർ സമ്മതിച്ചില്ല. അങ്ങനെ ഒമാൻ 7 വിക്കറ്റ് നഷ്ടത്തിൽ 135 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിങ്ങിന് ഇന്ത്യ ഇറങ്ങിയപ്പോൾ എല്ലാ ഇന്ത്യൻ ആരാധകരും ഏറെ കാത്തിരുന്നത് ഇന്ത്യൻ കൗമാര താരമായ വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് വെടിക്കെട്ട് കാണാൻ വേണ്ടിയാണ്. ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടിയ താരം രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാനെതിരെ 45 റൺസ് നേടി മികച്ച ഫോമിലും മികച്ച ബാറ്റിംഗ് വെടിക്കെട്ട് നടത്തി മികച്ച ബാറ്റിംഗ് പ്രകടനമായിരുന്നു കഴിഞ്ഞ 2 മത്സരങ്ങളും നടത്തിയിരുന്നത്. എന്നാൽ ഒമാനെതിരെ അതിലും മികച്ച പ്രകടനം താരത്തിൽ നിന്ന് പ്രതീക്ഷിച്ചെങ്കിലും നിരാശാജനകമായ പ്രകടനമാണ് കണ്ടത്. 12 റൺസുമായി വൈഭവ് സൂര്യവംശി പുറത്താക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. 13 പന്തുകളിൽ 12 റൺസാണ് നേടിയത്. 2 ഫോറുകൾ മാത്രമാണ് താരത്തിന് നേടാൻ കഴിഞ്ഞത്. അത് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച് വളരെ നിരാശാജനകമായ ഒരു കാര്യം തന്നെയായിരുന്നു. എന്നാലും ഈ ഒരു മത്സരത്തിൽ ആറ്റിറ്റ്യൂഡൊക്കെ ഒന്ന് മാറ്റിയതാണ് വൈഭവിന് വിനയായി മാറിയത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഓപ്പണിങ്ങിൽ തുടക്കത്തിൽ തന്നെ ആക്രമണ ബാറ്റിംഗ് നടത്തുന്ന ഒരു ബാറ്ററാണ് വൈഭവ് സൂര്യവംശി. പേസ് ബൗളറാണോ സ്പിൻ ബൗളറാണോ എന്ന് മുഖം നോക്കാതെ ഏത് ബൗളർമാരെയും പ്രഹരിക്കാൻ കഴിവുള്ള ഒരു താരമാണ്. ആ ഒരു താരമാണ് ഇപ്പോൾ ഒമാനെതിരെ നടന്ന മത്സരത്തിൽ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിപ്പിടിച്ചു. കാരണം മാച്ച് വിന്നറാകാനുള്ള താല്പര്യത്തോടെ വിക്കറ്റ് നഷ്ടമാകാതെ പതിയെ നിന്ന് ബാറ്റ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു നടത്തിയത്. അത് വിനയായി മാറുകയും താരം ബാറ്റിങ്ങിൽ ഫ്ലോപ്പാകുന്ന കാഴ്ചയുമാണ് നമ്മൾ കണ്ടത്. ഈ ഒരു മത്സരത്തിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചത് ഹർഷ് ദുംബെയുടെ അർദ്ധ സെഞ്ചുറി പ്രകടനമായിരുന്നു. 53 റൺസുമായിട്ട് നിന്ന താരം ഇന്ത്യൻ ക്യാപ്റ്റനായ ജിതേഷ് ശർമ്മ 4 റൺസുമായിട്ട് ഒപ്പം കൂടി. അങ്ങനെ ഈ 2 താരങ്ങൾ ചേർന്നാണ് ഇന്ത്യയെ വിജയതീരത്ത് എത്തിച്ചത്. 2 ഓവറും 1 പന്തും ബാക്കി വെച്ചുകൊണ്ടാണ് ഇന്ത്യ വിജയ റൺ മറികടന്നത്. T20 ഫോർമാറ്റിൽ ഹർഷ് ദുംബെ നേടുന്ന ആദ്യ അർദ്ധ സെഞ്ചുറിയും കൂടിയായിരുന്നു. ഹർഷ് ദുംബെ കൂടാതെ 30 റൺസ് നേടിയ നമാൻദീറും മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചു. അങ്ങനെ ഇന്ത്യ ഒമാനെതിരെ വിജയം നേടിക്കൊണ്ട് സെമി ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഇന്ത്യയും ഇനി ഇന്ത്യയുടെ എതിരാളികളായിട്ട് എത്തുന്ന ടീമിനെ ഇന്ന് നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. എന്തായാലും സെമിയിൽ പോരാട്ടത്തിലും വിജയം നേടി ഇന്ത്യ ഫൈനലിൽ എത്തട്ടെ എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.